അപ്പോൾ നമുക്കിന്നൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയാലോ? ഒരു മിനി ക്രിസ്മസ് റീത്ത് എന്നൊക്കെ പറയാം കേട്ടോ, കാരണം ഇതിൻ്റെ സൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. ആദ്യം ഒരു കാർഡ്ബോർഡിനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം. ഞാനിവിടെ എംബ്രോയിഡറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം, വൂളൻ ത്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോണ്ട് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫോം ക്ലേ വെച്ചിട്ട് ചെറീസ് പോലെ കുറച്ച് ബോൾസും കുറച്ച് ലീവ്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതൊന്നും ചെയ്ത് വന്നപ്പോൾ വേറൊന്നും ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുള്ളു പോലെ ഇരിക്കുന്ന സാധനം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടൊരു തൃപ്തി വരാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഉണങ്ങിയ കുറച്ച് കമ്പുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എനിവേ കുറച്ചുകൂടെ ലീസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇടയിലൊക്കെ കുത്തി നിറക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡും വൈറ്റും ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതും കൂടെ ആ കമ്പുകളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ 2 ബീഡ്സ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് പോരാൻ തോന്നിയുകൊണ്ട് ക്ലേ വെച്ചിട്ട് ഇതുപോലെ 2 ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ കാണിച്ചതുപോലുള്ള ആർട്ടിഫിഷ്യൽ ലീവ്സ് ഞാൻ ആ ബോൻ്റെ 2 സൈഡിലും കൂടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർഭാടമാക്കി കുളമാക്കി ചളമാക്കിയിട്ടുള്ള എൻ്റെ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.